മലയാളം സംസാരിക്കാൻ അയാൾക്ക് വശമില്ലായിരുന്നു. പൂവ് വാങ്ങാതെ അയാളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അയാൾ യാചനാസ്വരത്തിൽ പറഞ്ഞു, "പ്ലീസ് ടേക്ക് ഇറ്റ്." അവൾ പൂവ് വാങ്ങാതെ ഓടിപ്പോയി. പക്ഷേ ആ ചുവന്ന പൂവിനെ എന്നത്തേക്കാളും അവൾക്കിഷ്ടമായി അന്ന്. അതിനു മുമ്പത്തെ മാസമായിരുന്നു. മീതെപ്പറമ്പിൽ നായ്ക്കരുടെ മുറ്റത്ത് എല്ലാ നിറത്തിലുമുള്ള റോസാപ്പൂക്കളുണ്ട്. വയസ്സേറെ ചെന്ന നായ്ക്കരും മുറ്റത്ത് കുന്തിച്ചിരുന്ന് ഓലമെടയുന്ന മുത്തശ്ശിയും മാത്രമേ അവിടെ താമസമുള്ളൂ. കുലവിടർന്ന് കാറ്റിലാടുന്ന ആ പൂക്കുല ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ സ്കൂളിലെ പെൺകുട്ടികളുടെ റാണിയാവാമായിരുന്നു. കൊതിമൂത്ത ഉഷ ഒരു ദിവസം ഉച്ചയ്ക്ക് പറഞ്ഞു, "ഒരു പൂക്കുല പറിക്കാമോ ഗിരി?" "എന്തിനാ?" "നല്ല പൂവ് ഒന്നു മതി." "ഒരു വാടുന്ന പൂവിന്?" "എന്നാലും ഞാൻ പറിച്ചു തരാം." "എന്തു തരും?" "എന്തു തരാനാണ്? വിജയേട്ടൻ തന്ന പേന തരാമോ?" "അത് തരില്ല." "എന്നാലേ പൂവും തരില്ല?" "വേണ്ട, നിന്റെ പൂവ് എനിക്കും വേണ്ട." പക്ഷേ വൈകിട്ട് അവൾ പറഞ്ഞു, "പേന തരാം, പൂവ് തരുമോ?" വിജയേട്ടൻ കൊടുത്ത സ്വർണ്ണ നിറമുള്ള പേന. ഒരു വയസ്സിൽ മൂത്തതാണെങ്കിലും ഉഷ ഗിരിജയേക്കാളും അല്പം നീളമുണ്ടെന്നേയുള്ളൂ. നീണ്ടു വെളുത്ത ഒരു കൊച്ചു സുന്ദരി. 3 പേരും 10ാം തരത്തിലാണ് പഠിക്കുന്നതും. നന്നായി പഠിക്കുമെങ്കിലും കൂടുതൽ മാർക്ക് കിട്ടുക ദിനുവിനാവും. ക്രമത്തിൽ ഗിരിജ, രമേശൻ, ഉഷ. കനത്ത നിഴലുകൾ, നിശ്ചലങ്ങൾ. ദൂരെ ഒരു ദുഃഖഗാനമുതിർക്കുന്ന വീണ പോലെ കടൽക്കാറ്റ്. ലോകം എല്ലാം മറന്നുറങ്ങുന്നു. വെട്ടി നിർത്തിയ പൂച്ചെടികളുടെ നിരക്കിടയിലൂടെ ആദ്യത്തെ കാലെടുത്ത് വച്ചു. കാലുകൾ വിറച്ചു. ഹൃദയം മിടിക്കുന്നു. തുടകൾ തമ്മിലടിച്ചു. ഒരു കുലയിൽ 5ഉം 6ഉം പൂക്കൾ. അത് പൂക്കളുടെ ലോകമായിരുന്നു. അവിടെ പരന്നു കിടക്കുന്ന സൗരഭ്യത്തിൽ പൂ കട്ടുപറിക്കാൻ വന്ന ഗിരിജ സ്ഥലകാലമറിയാതെ ലയിച്ചു നിന്നു. പിന്നിലെങ്ങോ ശബ്ദം കേട്ടാണ് ഉണർന്നത്. അവൾ തിരിഞ്ഞു നോക്കി. ഒന്നും കാണാൻ കഴിഞ്ഞില്ല. പൂക്കുലയിൽ കൈവച്ചു. എങ്ങും പൂക്കൾ മാത്രം. കൈകൾ വിറയ്ക്കുന്നു. കുലയായി പറിച്ചെടുക്കാനാവുന്നില്ല. വിരലുകൾ തട്ടുന്നിടത്തൊക്കെ മുള്ളുകൾ.